പരാധീനതകൾക്ക് നടുവിൽ കഷ്ടപ്പെടുന്ന കൊല്ലത്തെ ഒരു സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. മഴ പെയ്താൽ ക്ലാസ് മുറികൾ നനയും. ഇഴജന്തുക്കളുടെ വികാര കേന്ദ്രമായി ഈ സ്ഥാപനം മാറുകയും ചെയ്യും. ഇവിടെ ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നതെന്നാണ് പറയുന്നത്. അധ്യാപകർ പഠിപ്പിക്കുന്നതും ഈ ഇഴജന്തുക്കളുടെ നടുവിലാണ്. വാടക ഇനത്തിൽ സർക്കാർ 10,000 നൽകുന്ന ഒരു സ്ഥലത്താണ് കുട്ടികൾ ഈ ദുരവസ്ഥ അനുഭവിക്കുന്നത്. രണ്ടായിരത്തി 2016 സംസ്ഥാന സർക്കാർ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിന് ഒരു ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അനുവദിക്കുന്നത്. 2017 അധ്യയനം ആരംഭിച്ചു. ഇന്ന് കോളേജ് എവിടെയെന്നല്ലേ? ഒരു കിൻഡർ ഗാർഡൻ കെട്ടിടം കോളേജായാൽ എന്താകും സ്ഥിതി? അതും ഒരു സർക്കാർ കോളേജായാലോ? അത്തരമൊരു വാർത്തയാണ് ഇന്ന് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ അപ്പാട നാണക്കേടായ പരാധീനതകളുടെ നടുവിൽ നിൽക്കുന്ന ഒരു സർക്കാർ കോളേജ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഈ വാർത്ത. നല്ലൊരു ക്ലാസ് മുറിയില്ല, ലൈബ്രറിയോ ശുചിമുറിയോ ഇല്ല. മഴ പെയ്താൽ കോളേജ് മുറ്റം ചെളിക്കുളമാകും. ചൂടുകാലത്ത് ഷീറ്റിട്ട ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾ വെന്തുരുകും. മൂന്ന് നിലകളുള്ള ഒറ്റ കെട്ടിടത്തിലാണ് പ്രിൻസിപ്പൽ റൂമും സ്റ്റാഫ് റൂമും 12 ക്ലാസ് റൂമുകളും പ്രവർത്തിക്കുന്നത്. 4 ഡിപ്പാർട്ട്മെന്റിലായി 320-ലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ആകെ 2 ടോയ്ലറ്റുകളാണുള്ളത്. അതിന്റെ സ്ഥിതിയും പരിതാപകരം. ഞങ്ങൾക്ക് ഇവിടെ 5 ടോയ്ലറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ഒന്ന് മാത്രമേ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ആദ്യം ഒരു പ്ലേ സ്കൂളായിരുന്നു. അവർക്കുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു ടോയ്ലറ്റ് മാത്രമായിരുന്നു ഇവിടെ ഉള്ളത്. അത് വെച്ചിട്ടാണ് ഇവിടെ കല്യാണം കഴിഞ്ഞ കുട്ടികളടക്കം പലരും ഉണ്ട്. എല്ലാവരും 18 വയസ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ നിന്ന് പോകുന്നത്. ലൈബ്രറിയിൽ വേണ്ടത്ര റെഫറൻസ് ബുക്കുകളോ ഒരേ സമയം 5 പേരിൽ കൂടുതൽ പേർക്ക് നിൽക്കാനുള്ള സൗകര്യമോ ഇല്ല. അധ്യാപകരടക്കം 35ഓളം ജീവനക്കാരാണ് കോളേജിലുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര മാറ്റത്തിന് കോൺക്ലേവ് അടക്കം നടത്താൻ സർക്കാർ തീയതി നിശ്ചയിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് നാണക്കേടാകുന്ന ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾ കൂടി നമ്മുടെ ചുറ്റുപാടുമുണ്ടെന്നാണ് ഈ വാർത്തയിലൂടെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. മെയിൻ റോഡിൽ നിന്ന് 3 കിലോമീറ്ററോളം ഉള്ളിലുള്ള കോളേജിലേക്ക് പൊതുഗതാഗത സംവിധാനം കുറവാണ്. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് സ്ഥിരം കാൽനട യാത്രയാണ് ഏക വഴി. കൊല്ലം ജില്ലയിലെ രണ്ടാമത്തെ ഗവൺമെന്റ് കോളേജാണിത്. രണ്ടാമത്തെ ഗവൺമെന്റ് കോളേജിന്റെ അവസ്ഥയാണ് ഇത്രയ്ക്കും മോശമായിട്ടുള്ളൊരു അവസ്ഥയാണിത്. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ള ക്ലാസ് റൂമിലും കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് വെള്ളം കയറുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, പഠിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനത്തെ പലതരം ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് ഞങ്ങളാണ്. കൊല്ലം ജില്ലയിൽ ആകെയുള്ള 2 സർക്കാർ കോളേജുകളിൽ ഒന്നിനാണ് ഈ ദുരവസ്ഥ. അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുകയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമായതിനാൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. എല്ലാ മാസവും കൃത്യമായ വാടക ലഭിച്ചിട്ടും കെട്ടിട ഉടമസ്ഥൻ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താറില്ലെന്നാണ് പരാതി. രാഷ്ട്രീയ എതിരാളികൾക്ക് ഗോൾ അടിക്കാനുള്ള അവസരം സർക്കാരായി ഉണ്ടാക്കരുത്. വിഷയത്തിന് പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. ഈ വാർത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. കൊല്ലത്തെ ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ദുരവസ്ഥയെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് ഇനി പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കണ്ടേ? അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഞങ്ങൾ രാവിലെ ഒരു 3-3.5 കിലോമീറ്റർ നടന്നാണ് ഈ കോളേജിലെത്തുന്നത്. ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ക്ലാസ് സൗകര്യങ്ങളോ യാത്രാ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു യൂണിവേഴ്സിറ്റി എക്സാം കഴിയുവാണെങ്കിൽ 5 മണിക്കാണ് എക്സാം കഴിയുന്നത്. എക്സാം കഴിഞ്ഞ് ഞങ്ങൾ ഈ 3-3.5 കിലോമീറ്റർ നടന്ന് ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്ക് 6 മണിയാവും. അത് കഴിഞ്ഞ് ബസ് പിടിച്ച് ഞങ്ങൾ പറണിക്കാവ്, ചക്കുള്ളി, അടൂര് ഇവിടെ നിന്നൊക്കെ വരുന്ന വിദ്യാർത്ഥികളോടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും വീട്ടുകളിൽ എത്തുമ്പോഴത്തേക്ക് ഒരു 7-7:30 ആവും. ഇവിടെ നല്ല രീതിയിലൊരു ഹോസ്റ്റൽ സൗകര്യം പോലും ഞങ്ങൾക്കില്ല. ഏകദേശം 30 മുതൽ 40ഓളം കുട്ടികളാണ് പുറത്ത് പെയിൻ ഗസ്റ്റ് ആയിട്ട് 40,000 മുതൽ 50,000 രൂപ വരെ പൈസ കൊടുത്താണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്.
ഈ കാണുന്ന വെള്ളക്കെട്ടിന്റെ രൂപത്തിലാണ് പലപ്പോഴും മഴ പെയ്താൽ നമ്മുടെ ക്ലാസ്സുകളിൽ വെള്ളം കയറുന്നത്. പല പ്രാവശ്യങ്ങളും ഞങ്ങൾ നനഞ്ഞ് കുളിച്ചാണ് ക്ലാസ് റൂമിൽ ഇരുന്നിട്ടുണ്ട്. വേനൽ സമയമായി കഴിഞ്ഞാൽ ചൂട് കാരണം പുറത്തോട്ട് ഇറങ്ങി ഓടേണ്ട രീതി വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ചോർച്ചയില്ലാത്ത ക്ലാസ് മുറികളും വൃത്തിയുള്ള ബാത്റൂമുകളാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്തെങ്കിലും ഞങ്ങൾക്ക് സർക്കാർ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഉപകാരമായിരുന്നു. ഞങ്ങളിവിടെ വെള്ളമൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്ത് ചെളിയൊക്കെ ആയി പാമ്പും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഇഴജന്തുക്കളുടെ ശല്യമൊക്കെ ഉണ്ട്. അപ്പൊ അത് ഓണറിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് അവരും ഇതുപോലെയൊക്കെ പഠിച്ചു വന്നതാണ്. പക്ഷെ ഞങ്ങൾ ആ ഒരു കാലഘട്ടമല്ല, ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഫെസിലിറ്റീസ് വേണം, അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. പലപ്പോഴും ക്ലാസ് റൂമുകളിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഇഴജന്തുക്കളാണ് ക്ലാസ്സുകളിലേക്ക് കയറി വരുന്നത്. ഞങ്ങൾ അത് പേടിച്ചിട്ടാണ് ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് തന്നെ. ഞങ്ങളുടെ ആരെങ്കിലും ജീവന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ട് നടപടി എടുക്കുന്നതിന് പകരം ഇപ്പോഴേ ഞങ്ങൾ ഈ ദയനീയ അവസ്ഥ കണ്ട് അധികാരികളൊന്ന് കണ്ണു തുറന്ന് ഞങ്ങളുടെ ഈ അവസ്ഥ ഒന്ന് മാറ്റിത്തരണമെന്നാണ് നിങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും ഇഴജന്തുക്കൾക്ക് നടുവിലിരുന്ന് പഠിച്ച ആ കെട്ടിട ഉടമ പുതിയ കാലത്തെക്കുറിച്ച് അറിയുന്നില്ല. കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇതിലൊരു നടപടി എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.